കനത്ത കാറ്റിൽ മരം വീണ് വീട് തകർന്നു. തലപ്പുലം പഞ്ചായത്തിലെ പുന്നാനി ഭാഗത്ത് പേരുശ്ശേരിയിൽ മുരുകന്റെ വീടാണ് തകർന്നത്. തൊട്ടടുത്ത പറമ്പിൽ ആഞ്ഞിലി മരം കടപുഴകിയത് കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് തന്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് മുരുകൻ പറഞ്ഞു. ഒരു 2-2:30 കാണുമായിരിക്കും. ഞാൻ പെരക്കകത്ത് കിടക്കുമായിരുന്നേ. അപ്പോൾ അവിടുന്ന് ഒരു സൗണ്ട് കേട്ടുകൊണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേനും സൈഡിൽ അതിരിങ്ക നിന്ന് ആനി അങ്ങോട്ട് പിടന്ന് അത് കണ്ടുകൊണ്ട് ആന ഇറങ്ങി വന്നപ്പോഴത്തേനും എൻ്റെ ഭാഗ്യത്തിന് ഈ മുറ്റത്ത് നിൽക്കുന്ന കാരണം ഈ മരം വന്ന് വീണു. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പൊടിഞ്ഞു പോകേണ്ടതാണ്. ആരും അറിയില്ല. ആ രീതിയിലായിരുന്നു. ഞാൻ തന്നെ ഉള്ളായിരുന്നു ഇവിടെ. ഇവിടെ വര മുക്കാലും പോയി. പൂർണ്ണമായും തകർന്ന വീട് എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന ആശങ്കയിലാണ് ഈ വയോധികൻ. സമീപത്തെ വിറക് പുരയുടെ പിന്നിൽ നിന്ന തേക്കും പൂവാകയുമാണ് കാറ്റിൽ കടപുഴകി ഓടിട്ട മേൽക്കൂരയിലേക്ക് വീണത്. വീടിന്റെ മേൽക്കൂര തകർന്നതോടൊപ്പം വീട്ടുപകരണങ്ങളും കിടക്കിയുമെല്ലാം നശിച്ചു. കനത്ത മഴയിൽ പുരയ്ക്കകത്ത് വെള്ളം നിറഞ്ഞു. ഹൃദ്രോഗി കൂടിയായ മുരുകന് ജോലികൾ ചെയ്യാനാവാത്ത അവസ്ഥയാണ്. വീട് എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന ആശങ്കയിലാണ് മുരുകനും കുടുംബവും. ഈ പ്രദേശം മുഴുവനും കാറ്റടിച്ച് മുഴുവൻ നശിച്ച് കിടക്കുകയാണ്. ഇതിനുള്ള ഒരു പെര, ഒരു 2 പ്രായമായ 2 കാരണവരും നിറവത്തി മക്കളെല്ലാം കെട്ടിച്ചു വിട്ടു. അവർക്കിനി അവരുടെ കാലഘട്ടത്തിൽ ഇനിയൊരു പെര ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ചൂണ്ടച്ചേരി പ്രദേശം അതും മുഴുവൻ തകർന്ന് കിടക്കണം. ഇവിടെ കറണ്ട് ഇന്നലെ പോയതാണ്. ഇനിയിപ്പോൾ എന്ന് വരും എന്നുള്ളത് പോലും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലെല്ലാം തകർന്ന് കിടക്കുകയാണ്. സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധ ഈ മേഖലയിൽ വേണം. ഈ വീട് ഏതെങ്കിലും തരത്തിൽ പണിത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണം. അത് പഞ്ചായത്തും ബ്ലോക്കും സർക്കാരും എല്ലാം അതിനു വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു. വിവാഹം കഴിഞ്ഞ 4 പെൺമക്കളുടെ വീടുകൾ മാത്രമാണ് ഇവർക്ക് ഇനി ആശ്രയമുള്ളത്. ഈരാറ്റുപേട്ടയിൽ നിന്നും എത്തിയ ടീം റെസ്ക്യൂ പ്രവർത്തകർ ചേർന്നാണ് മരം വെട്ടിമാറ്റിയത്. ഇന്നലെ ഉണ്ടായ കൊടുങ്കാറ്റിൽ ഈ വീടിന് മേളിൽ 2 മരം വീണ് വീട് പൂർണ്ണമായി നശിച്ചു. അതിൽ ഇപ്പോൾ ഈരാറ്റുപേട്ട റെസ്ക്യൂ ടീം വന്ന് അതിൽ മരങ്ങൾ വെട്ടിമാറ്റുകയും വേണ്ട സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. മഴയോടൊപ്പം എത്തിയ കനത്ത കാറ്റിൽ മേഖലയിൽ വ്യാപക നാശമാണ് ഉണ്ടായത്. നിരവധി മരങ്ങൾ കടപുഴകി, വൈദ്യുതി ലൈനുകൾ തകർന്നു. ഫർണിങ്ങാന സെക്ഷനിൽ 20 പോസ്റ്റുകൾ ഓടുകയും 80 ഇടത്ത് ലൈൻ പൊട്ടുകയും ചെയ്തു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ജീവനക്കാർ.